സജീർ ഈസി സ്റ്റിച്ചിങ് മലയാളം ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ വലിയൊരു വിഷയമുള്ളത്, ഫെബ്രുവരി മാസം ഭയങ്കര വ്യൂവേഴ്സ് വളരെ കുറവ്. ഫെബ്രുവരി അല്ല, മാർച്ച് മാസം. അപ്പോൾ യൂട്യൂബായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് വീഡിയോ കാണുന്നവർക്കൊന്നും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല, കൂടുതലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. സബ്സ്ക്രൈബർ ചെയ്യുന്നവർ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് വ്യൂവേഴ്സ് കുറഞ്ഞു പോയെന്നാണ് അവർ പറയുന്നത്. അപ്പം ആദ്യമായി പറയണത്, ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തുള്ള ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷനിൽ ഓൾ അമർത്തി വയ്ക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഞാനേതാണ്ട് 70ഓളം ബ്ലൗസിൻ്റെ വീഡിയോ മാത്രം തന്നെ ഇട്ടിട്ടുണ്ട്. എല്ലാം വളരെ ഉപകാരപ്പെടുന്നതാണ്. ഏതാണ്ട് 100-110ഓളം വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവർ പറയണത് തന്നെ, നിങ്ങൾ വ്യൂവേഴ്സിനോട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാനാണ് പറയണത്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ഓൾറെഡി ഒരു മാസ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ സുരക്ഷ എത്ര ഉണ്ടെന്നുള്ളതാണ്. ഈ ഇലാസ്റ്റിക് ഉപയോഗിക്കുന്നവർക്ക് ചിലപ്പം ലോങ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇലാസ്റ്റിക് ചിലപ്പം ബുദ്ധിമുട്ടാകും. അപ്പം ഇലാസ്റ്റിക് ഒഴിവാക്കി ഇതുപോലെ വള്ളി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സുരക്ഷ എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ മാസ്ക് കെട്ടിയിരിക്കുകയാണ്. എന്നിട്ട് ഒരു ലൈറ്റർ കത്തിച്ച് പിടിക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ഊതാണ്. അണയുന്നില്ല, കണ്ടോ? അണയുന്നില്ല. ഇതാണ് ഇതിൻ്റെ സുരക്ഷ. ഇത് അണയുകയാണെങ്കിൽ, നമ്മൾ മാസ്ക് കെട്ടിട്ട് ഊതുമ്പം ഇത് അണയുകയാണെങ്കിൽ ആ മാസ്ക് സുരക്ഷിതമായിട്ടുള്ള മാസ്ക് അല്ല എന്ന് തോന്നും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് നിങ്ങൾ നോക്കുക. നമ്മൾ പറഞ്ഞു വന്നത് സേഫായിട്ടുള്ള മാസ്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആദ്യ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ അളവ് നോക്കി വയ്ക്കുക. ഇതുപോലെ 5.5 ഇഞ്ച് നീളത്തിലും ഈ സൈഡ് ഒരു 2.5 ഇഞ്ച്, എന്നിട്ട് ഇതുപോലെ ഷേപ്പിനെടുക്കുക. ഈ ഷേപ്പ് അവസാനിക്കേണ്ടത് മിനിമം 1 ഇഞ്ച്, ഒരു 3/4 ഇഞ്ച്, 1 ഇഞ്ചിൽ ഇങ്ങനെ ഒരു വര വരച്ച് നിങ്ങൾ അവിടെ കൊണ്ട് തീർത്താലും ഒക്കെ ആയിട്ട് കിട്ടുന്നതാണ്. പിന്നെ ഈ സൈഡ് 1.5 ഇഞ്ച്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എടുത്തിട്ട് ഇത് നിവർത്തി നമ്മൾ തുണിയിൽ വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. 6 പീസ് എടുക്കണം. ഇത് 3 ലെയർ മാസ്കാണ്. പിന്നെ ഒരു ലെയർ നെറ്റും. ഈ നെറ്റും നല്ല ക്വാളിറ്റിയുള്ള നെറ്റാണ് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത്. നോക്കി വാങ്ങിക്കുക. 1/2 മീറ്റർ 90 രൂപ കണ്ടാണ് ഞാൻ മേടിച്ചതുള്ളത്. അപ്പോൾ ഇതൊന്ന് ഈ നെറ്റ് വയ്ക്കണതിൽ 2 പീസ് വെക്കുക. നെറ്റ് വയ്ക്കണ 2 പീസ് വെച്ച് നെറ്റൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക. അതിന് മുന്നേ നമ്മളിത് നേരത്തെ പറഞ്ഞ പോലെ ഇലാസ്റ്റിക് അല്ല വയ്ക്കുന്നത്, ഇതുപോലെ നാടയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇലാസ്റ്റിക് അല്ല വയ്ക്കണ നാടയാണ്. അപ്പോൾ അതിന് ഇതിങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കി തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ തയ്ച്ചെടുക്കുക. ആവശ്യത്തിന് വള്ളി തയ്ച്ചെടുക്കുക. കഴിഞ്ഞിട്ട് ഇത് 2 പീസ് എടുക്കുക. 2 പീസ് നെറ്റ് മേളിൽ വെക്കുക. മേളിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ സൈഡിൽ കൂടി 4 സൈഡും ചുറ്റി അടിച്ചെടുക്കുക.
ഈ സൈഡിലുള്ളതൊക്കെ വെട്ടിക്കളയുക, ഔട്ടറിലുള്ള നെറ്റ് വെട്ടിക്കളയുക. ഇപ്പോൾ ഇതുപോലെ 2 പീസ് എടുത്തു കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഇതുപോലെ വെച്ച് നെറ്റ് സൈഡ് വെളിയിൽ വരുന്ന രീതിയിൽ, നെറ്റ് സൈഡ് രണ്ടിൻ്റെയും വെളിയിൽ വരും, നല്ല വശം ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് ഒപ്പം വെച്ച് കട്ട് ചെയ്ത് പോകാനുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെയ്യുക. ഇതുപോലെ തന്നെ മറ്റേ ഈ 2 പീസ് കൂടി ഇതുപോലെ തന്നെ ലെവൽ ചെയ്യണം. ഇത് വെച്ച് ഇതിൻ്റെ ഷേപ്പിന് ലെവൽ ചെയ്ത് ശേഷം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഇത് രണ്ടും കൂടി വെച്ച് 4 സൈഡും ജോയിൻ ചെയ്തെടുക്കുക. അതുപോലെ രണ്ടിൻ്റെ നല്ല വശം ചേർത്ത് ഇതുപോലെ ഇറക്കി വെക്കുക. ഇറക്കി വെച്ച് ഈ ജോയിൻറ്റ് കറക്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ജോയിൻറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് പോവുക. കറക്റ്റ് ആ ജോയിൻറ്റ് പിടിച്ച് വെക്കുക. പിടിച്ച് വെച്ചിട്ട് 1/4 ഇഞ്ച് ഗ്യാപ്പിൽ തയ്ച്ച് പോരുക. ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക, ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെ ഈ സൈഡും തയ്ച്ചെടുക്കുക. ഈ സൈഡ് തയ്ക്കരുത്, ഈ സൈഡും തയ്ക്കരുത്. ഇത് നമുക്ക് മറിച്ചെടുക്കാനുള്ളതാണ്. ഇനി ഇത് നേരെ തിരിച്ചങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഉൾവശം കിട്ടും. ഇതുപോലെ കറക്റ്റ് ലെവൽ ചെയ്തെടുക്കുക. കഴിഞ്ഞു പരിപാടി. ഇനി ഇതിലേക്ക് ഈ സൈഡൊക്കെ ഒന്ന് അടിച്ചെടുക്കുക. ഈ സൈഡൊക്കെ ഒന്ന് അടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അടിക്കേണ്ട കാര്യമില്ല, നമ്മൾ ഡബിൾ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെയ്യേണ്ടത്, ഇതിൽ വള്ളി പിടിപ്പിക്കണം. വള്ളി പിടിപ്പിക്കുന്നത് വളരെ സിമ്പിളാണ്. ഇങ്ങനെ എടുത്തിട്ട് ഇപ്പം നിങ്ങൾക്ക് കാണാം മാസ്കിൻ്റെ ആ പെർഫോമൻസ് എത്ര ഉണ്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലേക്ക് നമ്മുടെ വള്ളി ലെവൽ ചെയ്ത് വെക്കുക. വള്ളി 2 മടക്കിയിട്ട് അവിടെ ഒരു മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് കറക്റ്റ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വയ്ക്കുക. ഇതാണ് നമ്മളിതിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. കറക്റ്റ് സെൻറ്റർ നോക്കി വയ്ക്കുക എന്ന് മാത്രം. വെച്ചിട്ടൊന്ന് തയ്ച്ചൊന്ന് പിടിപ്പിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് മടക്കിയെടുക്കണം. ഒരു മടക്കി ഒരു സ്റ്റിച്ച് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആയി. വേണമെങ്കിൽ ഒരു മടക്കൂടെ മടക്കി വയ്ക്കുക. 2 മടക്ക് മടക്കിയിട്ട് നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു മടക്ക് മടക്കിയാലും മതിയായിരിക്കും, 2 മടക്ക് മടക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ മടക്കി ഒന്ന് തയ്ച്ചെടുക്കുക. അത് ഇവിടെയും തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ 2 സൈഡും തയ്ച്ചങ്ങ് എടുക്കുക. അപ്പോൾ നമ്മുടെ മാസ്ക് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.